ഇന്ന് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ബഗ്. ഫോൺ ഹാങ് ആയാൽ ബഗ്, ആപ്പ് ക്രാഷ് ആയാൽ ബഗ്, ഗെയിം ഗ്ലിച്ച് ആയാൽ ബഗ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, കമ്പ്യൂട്ടർ ബഗ് എന്ന വാക്കിന്റെ പിന്നിൽ ഒരു യഥാർത്ഥ കീടത്തിന്റെ കഥയുണ്ട്. അതെ, ഒരു ചെറിയ നിശാശലഭം ഒരു ഭീമൻ കമ്പ്യൂട്ടറിനുള്ളിൽ കുടുങ്ങി ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ടെക്നിക്കൽ പ്രശ്നങ്ങളിലൊന്നായി മാറി. ഇന്ന് നമുക്ക് കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ പോലും ഒരിക്കലുണ്ടായിരുന്ന വലിയ കമ്പ്യൂട്ടറുകളെക്കാൾ ശക്തമാണ്. പക്ഷേ 1940-കളിൽ കമ്പ്യൂട്ടറുകൾ എന്തുപോലെയായിരുന്നു? അന്നത്തെ കമ്പ്യൂട്ടറുകൾ ഒരു മുറിയിൽ ഒതുങ്ങുന്ന ഉപകരണമല്ല. അവ ഒരു മുഴുവൻ ഹാൾ നിറയ്ക്കുന്നത്ര വലുതായിരുന്നു. ആയിരക്കണക്കിന് വയറുകൾ ഉണ്ടായിരുന്നു. വലിയ സ്വിച്ച് പാനലുകൾ ഉണ്ടായിരുന്നു. ചൂട് അമിതമായി ഉണ്ടാക്കുമായിരുന്നു. വാക്വം ട്യൂബുകളും റിലേകളും ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്നത്തെ പോലെ മൈക്രോ ചിപ്പുകൾ അന്നില്ലായിരുന്നു. അന്ന് കമ്പ്യൂട്ടറുകൾ സൈനിക കണക്കുകൾക്കും ശാസ്ത്രീയ കണക്കുകൾക്കും ഉപയോഗിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം. അമേരിക്കൻ നാവികസേനയും ഗവേഷകരും വേഗത്തിൽ കണക്കുകൂട്ടാൻ കഴിയുന്ന മെഷീനുകൾ വികസിപ്പിക്കുകയായിരുന്നു. അങ്ങനെയൊരു യന്ത്രമാണ് പിന്നീട് ബഗ് കഥയ്ക്ക് കാരണമായത്. 1947 സെപ്റ്റംബർ 9. സ്ഥലം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടർ ലാബ്. അവിടെ പ്രവർത്തിച്ചിരുന്നത് ഹാർവാർഡ് മാർക്ക് II കമ്പ്യൂട്ടർ. ഇത് നിർമ്മിച്ചത് അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടെയാണ്. ഈ കമ്പ്യൂട്ടർ ഏകദേശം 50 അടി നീളമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഇലക്ട്രോമാഗ്നറ്റിക് റിലേകൾ ഉപയോഗിച്ചിരുന്നു. വലിയ ശബ്ദത്തോടെ പ്രവർത്തിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ സങ്കീർണ കണക്കുകൾ ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക മെഷീനായിരുന്നു. പക്ഷേ ഒരു ദിവസം ഈ മെഷീൻ പെട്ടെന്ന് തെറ്റായ ഫലങ്ങൾ നൽകാൻ തുടങ്ങി. എഞ്ചിനീയർമാർ ആശയക്കുഴപ്പത്തിലായി. എന്താണ് പ്രശ്നം? വയറുകൾ ശരിയാണ്, സ്വിച്ചുകൾ ശരിയാണ്, റിലേകൾ പ്രവർത്തിക്കുന്നു. പക്ഷേ മെഷീൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല. അതിനുശേഷം അവർ ഓരോ ഭാഗവും പരിശോധിക്കാൻ തുടങ്ങി. പരിശോധനയ്ക്കിടെ അവർ ഒരു റിലേ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ മോത്ത്, ഒരു നിശാശലഭം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതെ, യഥാർത്ഥത്തിൽ ഒരു ബഗ് തന്നെ. ആ നിശാശലഭം റിലേയുടെ ഇടയിൽ കുടുങ്ങിയതുകൊണ്ടാണ് സർക്യൂട്ട് ശരിയായി പ്രവർത്തിക്കാത്തത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ തെറ്റായി പ്രവർത്തിച്ചത്. എഞ്ചിനീയർമാർ ആ മോത്ത് പുറത്തെടുത്തു. പിന്നീട് അതിനെ അവർ ഒരു ലോഗ് ബുക്കിൽ ഒട്ടിച്ചു വെച്ചു. അതിന്റെ പക്കൽ അവർ എഴുതിയ വാക്കുകൾ: ഫസ്റ്റ് ആക്ച്വൽ കേസ് ഓഫ് ബഗ് ബീയിങ് ഫൗണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു യഥാർത്ഥ ബഗ് കണ്ടെത്തിയ ആദ്യ സംഭവം. അത് തമാശയായി എഴുതിയ ഒരു കുറിപ്പായിരുന്നു. പക്ഷേ ആ കുറിപ്പ് പിന്നീട് ടെക്നോളജി ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ രേഖകളിലൊന്നായി മാറി. ഈ കഥ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേരുണ്ട്, ഗ്രേസ് ഹോപ്പർ. അവൾ ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞയായിരുന്നു. അമേരിക്കൻ നാവികസേനയിലെ റിയർ അഡ്മിറൽ ആയിരുന്നു. പ്രോഗ്രാമിംഗ് ഭാഷകളുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. കോബോൾ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വികസിപ്പിക്കാൻ സഹായിച്ചു. കമ്പ്യൂട്ടർ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ആ മോത്ത് കണ്ടെത്തിയ ടീമിന്റെ ഭാഗമായിരുന്നു ഗ്രേസ് ഹോപ്പർ. ഇന്ന് പലരും കമ്പ്യൂട്ടർ ബഗ് എന്ന വാക്ക് ഗ്രേസ് ഹോപ്പർ ആണ് കണ്ടുപിടിച്ചതെന്ന് കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യം കുറച്ച് വ്യത്യസ്തമാണ്. ബഗ് എന്ന വാക്ക് അതിനു മുൻപേ എഞ്ചിനീയറിംഗ് ലോകത്ത് ഉപയോഗിച്ചിരുന്നു. മെക്കാനിക്കൽ പ്രോബ്ലംസ്, ഇലക്ട്രിക്കൽ ഫോൾട്സ് എന്നിവ സൂചിപ്പിക്കാൻ ബഗ് എന്ന വാക്ക് പഴയകാലം മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായ ബഗ് സംഭവം എന്ന നിലയിൽ 1947 മോത്ത് ഇൻസിഡന്റ് ലോക പ്രശസ്തമായി മാറി. ഗ്രേസ് ഹോപ്പർ പിന്നീട് ഈ കഥ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവം ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഗമായത്. ബഗ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത്? പല ചരിത്രകാരന്മാരും പറയുന്നത് 1800-കളിൽ തന്നെ എഞ്ചിനീയേഴ്സ് ബഗ് എന്ന വാക്ക് മെക്കാനിക്കൽ ഡിഫക്ട്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. അമേരിക്കൻ കണ്ടുപിടുത്തക്കാരൻ തോമസ് എഡിസൺ തന്റെ ചില കത്തുകളിൽ ടെക്നിക്കൽ ബഗ്സ് എന്ന വാക്ക് ഉപയോഗിച്ചതായി രേഖകളുണ്ട്. അവൻ അതിനെ അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. അതിനാൽ ഗ്രേസ് ഹോപ്പർ ആ വാക്ക് കണ്ടുപിടിച്ചില്ല. പക്ഷേ ബഗ് എന്ന പദം കമ്പ്യൂട്ടർ ലോകത്ത് ജനപ്രിയമാക്കാൻ 1947 സംഭവത്തിന് വലിയ പങ്കുണ്ടായി. ഇന്നത്തെ ഡീബഗിംഗ് എന്ന വാക്കും അവിടെ നിന്നാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത്. അതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇന്നും പറയുന്നത്: "There is a bug in the code, we need debugging." ഇന്ന് ഡീബഗിംഗ് എന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. ഡീബഗിംഗ് എന്നത് പ്രോഗ്രാമിലുള്ള എറർസ് കണ്ടെത്തുക, അവ പരിഹരിക്കുക, സോഫ്റ്റ്വെയർ സ്റ്റേബിൾ ആക്കുക എന്നതാണ് അർത്ഥം. ഒരു ചെറിയ തെറ്റുപോലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ഉദാഹരണത്തിന് ബാങ്ക് ട്രാൻസാക്ഷൻ എറർസ്,
റോക്കറ്റ് ലോഞ്ച് ഫെയിലിയേഴ്സ്, എയർപ്ലെയിൻ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ്, മെഡിക്കൽ എക്യുപ്മെന്റ് മാൽഫങ്ഷൻസ് ഇതെല്ലാം സോഫ്റ്റ്വെയർ ബഗ്സ് കാരണം സംഭവിക്കാം. അതുകൊണ്ടാണ് പ്രോഗ്രാമേഴ്സ് മണിക്കൂറുകളോളം കോഡ് പരിശോധിക്കുന്നത്. അവർക്കും ഇന്ന് പറയാനുള്ളത് ഒരേ വാക്ക്, വി ആർ ഡീബഗിങ്. പക്ഷെ അതിന്റെ തുടക്കം ഒരു ചെറിയ മോത്ത് ആയിരുന്നുവെന്ന് ചിന്തിച്ചാൽ അത്ഭുതമല്ലേ? ആ മോത്ത് ഒട്ടിച്ച യഥാർത്ഥ ലോഗ് ബുക്ക് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. അത് അമേരിക്കയിലെ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനോട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേജിൽ മോത്ത് ടേപ്പ് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത് കാണാം. തീയതി സെപ്റ്റംബർ 9, 1947. എഞ്ചിനീയേഴ്സ് എഴുതിയ കുറിപ്പുകളും കാണാം. ഇന്ന് അത് കമ്പ്യൂട്ടർ ഹിസ്റ്ററിയിലെ ഏറ്റവും ഐക്കോണിക് ഡോക്യുമെന്റ്സിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചില രസകരമായ ഫാക്ട്സ് നോക്കാം. 1947 മോത്ത് ഇൻസിഡന്റ് രാത്രി സമയത്തായിരുന്നു സംഭവിച്ചത്. കാരണം പഴയ കമ്പ്യൂട്ടറുകളുടെ വെളിച്ചവും ചൂടും ഇൻസെക്ട്സിനെ ആകർഷിക്കുമായിരുന്നു. മാർക്ക് II കമ്പ്യൂട്ടർ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഫിസിക്കൽ ഒബ്ജക്ട്സ് കുടുങ്ങാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് തമാശയായി പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് മോഡേൺ ബഗ്സ് ഡോണ്ട് ഫ്ലൈ. ഗ്രേസ് ഹോപ്പർ പ്രോഗ്രാമിംഗ് ലോകത്ത് അത്ര വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ്. അമേരിക്കൻ നേവി ഒരു വാർഷിപ്പിന് പോലും അവളുടെ പേര് നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 9 ചില പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റീസ് കമ്പ്യൂട്ടർ ബഗ് ഡേ പോലെ തമാശയായി ഓർക്കാറുണ്ട്. 1947 ഒരു ചെറിയ കീടം കമ്പ്യൂട്ടറിനുള്ളിൽ കുടുങ്ങിയപ്പോൾ ഒരുപക്ഷെ ആരും കരുതിയിരിക്കില്ല അത് ടെക്നോളജി ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥകളിലൊന്നായി മാറുമെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു.